ഹായ് ഫ്രണ്ട്സ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും അതുപോലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സുമായി ബന്ധപ്പെട്ട് വൻതോതിലുള്ള നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് സ്റ്റോക്ക് മാർക്കറ്റിനെ ബജറ്റിടെ ബാധിച്ചെങ്കിലും മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെയോ ട്രേഡേഴ്സിൻ്റെയോ സ്ട്രെങ്ത് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഗ്ലോബലി നെഗറ്റീവായിട്ടും നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് മാത്രമാണ് നൽകിയത്. വലിയ തോതിലുള്ള ഒരു ക്രാഷ് ഒന്നും നിഫ്റ്റിയിൽ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോഴും ബയേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ നല്ല തോതിൽ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഫ്റ്റിയുടെ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ 0.07% അപ്പിലാണ് യഥാർത്ഥത്തിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മിഡ് ക്യാപ് സെഗ്മെൻറ്റിൽ 0.25% നേരിയൊരു ഫോളോ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. സ്മോൾ ക്യാപ്പിലും 0.28 നേരിയൊരു ഫോൾ. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഒരു ന്യൂട്രൽ ക്ലോസിംഗ് ആണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പം നിഫ്റ്റിയെ താഴോട്ട് പോകാതെ പിടിച്ചു നിർത്താൻ മാർക്കറ്റ് പാടുപെടുകയാണെന്ന് നമുക്ക് ഈ ഒരു ഇൻഡെക്സുകളിലുള്ള ഈ ഒരു ചേഞ്ചസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, ബജറ്റിൽ ബീഹാറിനെയും ആന്ധ്രയെയും അമിതമായി പരിഗണിച്ചതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള വിമർശനം ഒരു ഭാഗത്തുണ്ടെങ്കിലും ഇവിടെ യൂണിയൻ ബജറ്റ് ഡീറ്റെയിൽ ആയി പരിശോധിച്ചാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിലും അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രായോഗികമായ ഒരു സാമ്പത്തിക സമീപനം ആ ബജറ്റ് മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഗ്രാമീണ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകാനുള്ള ഒരു ആഗ്രഹം ഈ ബജറ്റിൽ നമുക്ക് കൃത്യമായിട്ട് പ്രകടമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ബജറ്റ് നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സെക്ടറുകളും സ്റ്റോക്കുകളുമാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. അപ്പോൾ R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, ബജറ്റിൽ ബീഹാർ, ആന്ധ്ര സംസ്ഥാനങ്ങളിലേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളും അതുപോലെ ഓൾറെഡി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, പ്രത്യേകിച്ച് ഹൗസിംഗ് മേഖലയിലും അതുപോലെ റെയിൽവേ മേഖലയിലും മറ്റ് പവർ സെഗ്മെൻറ്റുകളിലും ഒക്കെയുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഭാഗമായിട്ട് സിമെൻറ്റിൻ്റെ ഡിമാൻഡിൽ വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സിമെൻറ്റ് സെക്ടറിൽ വൻതോതിലുള്ള ഡിമാൻഡ് ഇത് കൂട്ടുവാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിമെൻറ്റ് സ്റ്റോക്കുകൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സെക്ടറാണ്. അപ്പോൾ ഈ രംഗത്ത് ഒരു സ്മോൾ ക്യാപ് സിമെൻറ്റ് സ്റ്റോക്കായിട്ടുള്ള ശ്രീ ദിഗ്വിജയ് സിമെൻ്റ് ആണ് ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ കമ്പനി നോക്കുകയാണെങ്കിൽ ഇത് മാർക്കറ്റ് ക്യാപ്പ് 1596 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 108 രൂപയാണ്. സ്റ്റോക്കിൻ്റെ PE 18.2 ഇൻഡസ്ട്രി PE 30.4 ഒരു നല്ല വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഡിവിഡൻഡ് ഈൽഡും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് ഈൽഡാണ്. 2.79% ഡിവിഡൻഡ് ഈ സ്റ്റോക്ക് നൽകുന്നുണ്ട്. അതുപോലെ ROC 34.1 ROE 24.9 കാണാം. അതുപോലെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0 ആണ്. പ്ലഡ്ജഡ് പെർസെൻറ്റേജും 0 ആണ്. ഒരു സീറോ ഡെറ്റ് കമ്പനിയാണിത്. സെയിൽസ് ഗ്രോത്ത് 9.21%, പ്രോഫിറ്റ് ഗ്രോത്ത് 52.2% കഴിഞ്ഞ 4 ക്വാർട്ടറിൽ നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തെ ഒരു CAGR നോക്കുകയാണെങ്കിൽ 16% സെയിൽസ് ഗ്രോത്തും അതുപോലെ 17% പ്രോഫിറ്റ് ഗ്രോത്തും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. ഈ സ്റ്റോക്കിൻ്റെ ചാർട്ട് നോക്കിയാൽ ഇതിൻ്റെ ഹൈ 124 വരെ പോയിട്ടുണ്ട്. അതുപോലെ ലോ 52 വീക്ക് ലോ 78.6 വരെയും പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ലൊരു സപ്പോർട്ട് ലെവലായിട്ട് കാണുന്നത് 94 ആണ്. അവർ 6 ലെവലിലേക്ക് ഈ സ്റ്റോക്ക് വരികയാണെങ്കിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ബജറ്റിൽ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ കൺസ്ട്രക്ഷൻ സ്റ്റോക്കുകളാണ്. ഈ ഒരു സ്റ്റോക്കുകളും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സെക്ടറാണ്. ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് KNR കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ഡെവലപ്മെൻറ്റ് കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് 10,000 കോടിയുള്ള ഈ കമ്പനി ഇപ്പോഴത്തെ ഇതിൻ്റെ കറണ്ട് പ്രൈസ് 374 സ്റ്റോക്കിൻ്റെ PE 14%, അതുപോലെ ഇൻഡസ്ട്രി PE 24.1 ആണ്. അപ്പോൾ വാല്യുവേഷൻ വൈസ് ഈ സ്റ്റോക്ക് നല്ല വാല്യുവേഷനിലാണ് നമുക്ക് കിട്ടുന്നത്. കൂടാതെ ROC നോക്കുകയാണെങ്കിൽ 25.4 ROE 23.8 അതുപോലെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.36 ആണ്. പ്ലഡ്ജഡ് പെർസെൻറ്റേജ് 0 ആണ്. മാനേജബിൾ ആയിട്ടുള്ള ഒരു ഡെറ്റ് ഉള്ള ഒരു കമ്പനി ആയിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. സെയിൽസ് ഗ്രോത്ത് 9.04 പ്രോഫിറ്റ് ഗ്രോത്ത് 90.9% കഴിഞ്ഞ 4 ക്വാർട്ടറിൽ നമുക്ക് കാണാൻ കഴിയുക. 3 ഇയേഴ്സിൻ്റെ CAGR ഗ്രോത്ത് സെയിൽസിൽ നോക്കുകയാണെങ്കിൽ 15%, പ്രോഫിറ്റിൽ 33% കാണാൻ കഴിയും. അപ്പോൾ നല്ലൊരു ബിസിനസ് ഗ്രോത്ത് ഉള്ള ഒരു കമ്പനി ആയിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ചാർട്ട് നോക്കിയാൽ ഇതിൻ്റെ ഹൈ 407 വരെ പോയിരുന്നു. ഇതിൻ്റെ 52 വീക്ക് ലോ 237. അപ്പോൾ അതിനിടയിൽ 334 എന്നൊരു സപ്പോർട്ട് ലെവലിൽ ഈ സ്റ്റോക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്കത് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി കണക്കാക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഓട്ടോ സെഗ്മെൻറ്റിലുള്ള
പ്രത്യേകിച്ച് നോൺ വെഹിക്കിൾ ബാറ്ററിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അമരരാജ എനർജി ആൻഡ് മൊബിലിറ്റി എന്നുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ആന്ധ്ര ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ സ്റ്റോക്ക് ഈ രംഗത്തുള്ള ഒരു ടെക്നോളജി ലീഡറാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 28,000 കോടിയുണ്ട്. കറണ്ട് പ്രൈസ് 1569. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 32. ഇൻഡസ്ട്രി PE 33.4. ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള വാല്യുവേഷനിലാണ് ഇപ്പോഴും ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. ROC 18.7, ROE 14. ഡെറ്റ് ടു ഇക്വിറ്റി 0.02 ആണ്. പ്രഡ്ജറ്റ് പെർസെൻറ്റേജ് 0 ആണ്. ഒരു സീറോ ഡെപ്റ്റ് കമ്പനിയാണ്. സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 8.38 ഒരു ഗ്രോത്തും പ്രോഫിറ്റിൽ 16.6% ഒരു ഗ്രോത്തും 4 ക്വാർട്ടർ താരതമ്യം ചെയ്യുമ്പോൾ കാണാൻ കഴിയും. കൂടാതെ കഴിഞ്ഞ 3 വർഷത്തെ ഒരു CAGR ഗ്രോത്ത് സെയിൽസിൽ നോക്കുകയാണെങ്കിൽ 16%, പ്രോഫിറ്റിൽ 12% കാണാം. ഇതിൻ്റെ ഹൈ 1776 വരെ പോയിരുന്നു. നല്ലൊരു റണ്ണപ്പ് ഈ സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. 52 വീക്കിലോ 599 അപ്പോൾ ഈ വർഷമാണ് ഈ ഒരു വലിയൊരു റണ്ണ് ഈ സ്റ്റോക്കിൽ നടന്നത്. 1395 എന്നൊരു ലെവല് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് ടേമിൽ കാണാവുന്നതാണ്. അടുത്തൊരു സെഗ്മെൻറ്റ് പ്രധാനപ്പെട്ടത് റൂറൽ തീമിന് പ്രാധാന്യം കൊടുത്ത് ബജറ്റിൽ പരാമർശങ്ങൾ വന്നതിനാൽ FMCG സ്റ്റോക്കിൽ നല്ലൊരു ഉണർവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഹെറിറ്റേജ് ഫുഡ്സ് എന്ന് പറയുന്ന പ്രത്യേകിച്ച് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ ഓൾറെഡി റാലി നടന്ന ഒരു സ്റ്റോക്കാണ്. ചന്ദ്രബാബു നായിഡുവിൻ്റെ ഫാമിലിയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു ഹെറിറ്റേജ് ഫുഡ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. മാർക്കറ്റ് ക്യാപ്പ് 5433 കോടിയുള്ള ഈ സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ് 586. സ്റ്റോക്കിൻ്റെ PE 36, ഇൻഡസ്ട്രി PE 38. അപ്പോൾ ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ളൊരു ലെവലിലാണ് ഇപ്പോഴും ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ROC 16.8, ROE 13.9. ഡെറ്റ് ടു ഇക്വിറ്റി 0.16, ബഡ്ജറ്റ് പെർസെൻറ്റേജ് 0 ആണ്. അപ്പോൾ സെയിൽസ് ഗ്രോത്ത് 16%, പ്രോഫിറ്റ് ഗ്രോത്ത് 120% വമ്പിച്ചൊരു പ്രോഫിറ്റ് ഗ്രോത്തുമാണ് ഈ സ്റ്റോക്കിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 4 ക്വാർട്ടറിലുള്ള ഒരു താരതമ്യത്തിലാണ് നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് കാണാൻ കഴിയുന്നത്. ഇനി 3 വർഷത്തെ ഒരു CAGR റിട്ടേൺ നോക്കുകയാണെങ്കിൽ 15% സെയിൽസിൽ. എന്നാൽ പ്രോഫിറ്റിൽ അത് -10% ആണെന്ന് കാണാം. നഷ്ടത്തിൽ പോയിക്കൊണ്ടിരുന്ന കമ്പനി ആയിരുന്നു. പക്ഷേ ട്രെയിലിംഗ് 12 മന്ത്സിൽ 120% പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതാണ് ഈ സ്റ്റോക്ക് ഒരു തിരിച്ചുവരവിൻ്റെ ഒരു പാതയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇതിൻ്റെ ഹൈ 728 വരെ വലിയൊരു റാലി നടന്നതാണ്. അവിടെ നിന്ന് കറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഇതിൻ്റെ 52 വീക്ക് ലോ പറയുകയാണെങ്കിൽ 209. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നും നല്ല തോതിലാണ് ഈ സ്റ്റോക്ക് റണ്ണപ്പ് ചെയ്തത് കഴിഞ്ഞ 1-2 മാസം കൊണ്ട്. ഈ സ്റ്റോക്ക് ഒരു 517 എന്നുള്ള ലെവലിലേക്ക് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ബജറ്റിൽ പ്രധാനപ്പെട്ട പരാമർശം എന്ന മറ്റൊരു മേഖലയാണ് മിനറൽസിൻ്റെ റീസൈക്ലിങ്ങിലൂടെ ഓവർസീസിൽ നിന്നും നമുക്ക് മെറ്റൽസ് അക്വിസിഷൻ ചെയ്യുന്ന രീതിയിലുള്ള ബിസിനസ് നടത്തുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമുണ്ടാകും എന്നുള്ള പരാമർശങ്ങൾ നമുക്ക് ബജറ്റിൽ കാണാം. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഗ്രാവിറ്റൈൻ്റെ പോലുള്ള സ്റ്റോക്കിന് അത് വലിയ രീതിയിൽ ഗുണകരമാകും. ഇപ്പോൾ ലെഡ് റീസൈക്ലിങ്, അതുപോലെ അലൂമിനിയം, പ്ലാസ്റ്റിക്, റബ്ബർ റീസൈക്ലിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനി നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. മാർക്കറ്റ് ക്യാപ്പ് 11,507 കോടിയുള്ള ഈ കമ്പനിയുടെ കറണ്ട് പ്രൈസ് 1667. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 45.2, ഇൻഡസ്ട്രി PE 30.2. കുറച്ച് ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് ഇപ്പോൾ കാണാൻ കഴിയുക. പക്ഷേ ഇതിൻ്റെ ROC 27.6, ROE 33.5. അതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു PE ഓവർ വാല്യൂഡ് അല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഡെറ്റ് ടു ഇക്വിറ്റി 0.65 ഉള്ള കമ്പനി, പക്ഷേ യാതൊരുവിധ പ്ലഡ്ജഡ് പെർസെൻറ്റേജും ഇല്ല എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടുകളിലെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 15.1% കഴിഞ്ഞ 4 ക്വാർട്ടറിൽ. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് 20.8%. 3 ഇയേഴ്സിൻ്റെ ഒരു CAGR സെയിൽസ് ഗ്രോത്ത് 31%, പ്രോഫിറ്റിൻ്റെ CAGR ഗ്രോത്ത് 3 വർഷത്തിൻ്റേത് 61%. അപ്പോൾ നല്ല രീതിയിലുള്ള ബിസിനസ് വളർച്ച നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഹൈ 1760, 52 വീക്ക് ലോ 652. അപ്പോൾ അതിനിടയിൽ 1155 എന്നുള്ളൊരു ലെവലിൽ ഈ സ്റ്റോക്ക് നല്ല ഒരു സപ്പോർട്ട് ലെവലാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ബജറ്റിൽ അഗ്രികൾച്ചർ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തതിനാൽ ഫോക്കസ് ചെയ്യാവുന്ന ഓൾറെഡി നല്ല റാലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് നോവ അഗ്രിടെക് ലിമിറ്റഡ്. ഇതൊരു സോയിൽ ഹെൽത്ത് മാനേജ്മെൻറ്റും അതുപോലെ ക്രോപ്പ് ന്യൂട്രീഷൻ, അതുപോലെ ക്രോപ്പിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 835 കോടിയുള്ള ഒരു മൈക്രോ ക്യാപ് സെഗ്മെൻറ്റിലുള്ള ഒരു കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 90 രൂപയാണ്. സ്റ്റോക്കിൻ്റെ PE 29.5, എന്നാൽ ഇൻഡസ്ട്രി PE 34. അതുകൊണ്ട് ഈ സ്റ്റോക്ക് നല്ല വാല്യുവേഷനിലാണ് കാണുന്നത്.
കൂടാതെ ഇതിൻ്റെ ROC 21.8ഉം ROE 22ഉം ആണെന്ന് കാണാൻ കഴിയും. ഇപ്പോൾ പ്രോഫിറ്റബിലിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാലും വാല്യുവേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഈ സ്റ്റോക്ക് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ ഡെറ്റ് ഇക്വിറ്റി 0.32 മാത്രമുള്ള ഈ കമ്പനി പ്ലഡ്ജഡ് പെർസെൻറ്റേജ് 0.0 ആണ്. സെയിൽസ് ഗ്രോത്ത് 19%, പ്രോഫിറ്റ് ഗ്രോത്ത് 38% കാണുന്നുണ്ട്. 3 ഇയേഴ്സിൻ്റെ സെയിൽസ് നോക്കുകയാണെങ്കിൽ 16%, പ്രോഫിറ്റ് ഗ്രോത്ത് 65% CAGR കാണുന്നുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റലി നല്ല രീതിയിൽ കാണുന്ന ഈ ഒരു സ്റ്റോക്ക് അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കാണ്. ഈ വർഷം ജനുവരി മാസത്തിലാണ് ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രീവിയസ് പ്രൈസ് ഹിസ്റ്ററി നമുക്ക് അത്ര അനലൈസ് ചെയ്യാൻ കഴിയില്ലെങ്കിലും നമുക്കിവിടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 94 എന്നുള്ള ഒരു ലെവല് ഇതിൻ്റെ ഒരു ഹൈ ആണ്. ഇപ്പോൾ 67 ആണ് ഒരു നല്ലൊരു സപ്പോർട്ട് ലെവലായിട്ട് കാണുന്നത്. അതുപോലെ 45 ആണ് ഇതിൻ്റെ ഒരു ലോ പ്രൈസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വരുമ്പോൾ അക്യുമുലേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇതൊരു ലോ പ്രൈസ്ഡ് സ്റ്റോക്ക് ആയതുകൊണ്ടും ഒരു മൈക്രോ ക്യാപ് പെന്നി സ്റ്റോക്ക് ലെവൽ രീതിയിൽ ഇതിനെ ആളുകൾ അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ടും സ്വാഭാവികമായിട്ടും ഇതിലൊരു കറക്ഷൻ ഏത് സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി എൻ്റെ ബാങ്കിങ്ങും അതുപോലെ ഹൗസിംഗ് ഫിനാൻസും ഒക്കെ ബന്ധപ്പെട്ട് നല്ല പരാമർശങ്ങൾ നമുക്ക് ഈ ബജറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ അവിടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ബാങ്കിങ് സെഗ്മെൻറ്റിൽ ഫെഡറൽ ബാങ്ക് എന്നൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഇത് കേരളത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ആണ്. ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് 50,000 കോടിയാണ്. കറണ്ട് പ്രൈസ് 205 ആണ്. സ്റ്റോക്കിൻ്റെ PE 12.4ഉം ഇൻഡസ്ട്രി PE 12.2ആണ്. വാല്യുവേഷൻ വൈസ് ഫെഡറൽ ബാങ്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാങ്കിങ് സ്റ്റോക്കായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. സെയിൽസ് ഗ്രോത്ത് 29.1ഉം പ്രോഫിറ്റ് ഗ്രോത്ത് 18.1ഉം ആണ്. അപ്പോൾ നല്ല സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 3 ഇയേഴ്സിൻ്റെ ഒരു CAGR നോക്കുകയാണെങ്കിൽ 18%, പ്രോഫിറ്റ് CAGR നോക്കുകയാണെങ്കിൽ 33%. അതുകൂടാതെ ഇതിൻ്റെ ഗ്രോസ് NPA ആയാലും നെറ്റ് NPA ആയാലും അത് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഏതൊരു ബാങ്ക് സ്റ്റോക്കിൻ്റെയും NPA ഡിക്രീസ് ആകുന്നത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ ഹൈ 205 വരെയാണ് നമുക്ക് ചാർട്ടിൽ കാണാൻ കഴിയുക. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ലോ 130 ആയിരുന്നു, 52 വീക്ക് ലോ. അപ്പോൾ അതിനിടയിൽ ഒരു 170 എന്നുള്ളൊരു നല്ലൊരു സപ്പോർട്ട് ലെവലായിരുന്നു. ആ ഒരു ലെവലിലേക്ക് ഇനി സ്റ്റോക്ക് വരികയാണെങ്കിൽ അത് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റിയാണ്. കറണ്ട് ലെവലിലും നമ്മൾ ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഫെഡറൽ ബാങ്ക്. ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള മറ്റൊരു കാര്യം PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന എന്ന് പറയുന്ന സോളാർ സെഗ്മെന്റിലും മറ്റ് റിന്യൂവബിൾ സെഗ്മെന്റിലുമുള്ള സ്റ്റോക്കുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പരാമർശങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എന്ന് തോന്നുന്നത് ടാറ്റ പവർ കമ്പനിയാണ്. ഈ ടാറ്റ പവറിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1,35,000 കോടിയുള്ള ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 422ആണ്. സ്റ്റോക്കിൻ്റെ PE 39ഉം ഇൻഡസ്ട്രി PE 41ഉം ആണ്. ഒരു നല്ല വാല്യുവേഷനിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത്. ROC 11.1ഉം ROE 11.3ഉം ആണ്. ഡെറ്റ് ഇക്വിറ്റി 1.66 എന്നുള്ള ലെവലിലാണ്. എന്നാൽ പ്ലഡ്ജഡ് പെർസെൻറ്റേജ് 0 ആണ്. അപ്പോൾ നമുക്കറിയാം പവർ കമ്പനികളിൽ ഡെറ്റ് സ്വാഭാവികമായിട്ടും ഒന്നിൽ കൂടുതൽ പൊതുവെ നമുക്ക് അതിൻ്റെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കാണാൻ കഴിയുന്നത്. സെയിൽസ് ഗ്രോത്ത് 11.5%, പ്രോഫിറ്റ് ഗ്രോത്ത് 6.74% കഴിഞ്ഞ ഒരു വർഷത്തെ ഡാറ്റയിൽ മനസ്സിലാക്കുക. എന്നാൽ 3 ഇയേഴ്സിൻ്റെ CAGR 23%, പ്രോഫിറ്റ് 44%ആണെന്ന് കാണാൻ കഴിയും. ഇതിൻ്റെ ചാർട്ടിൽ 464 അതിൻ്റെ ഹൈ, 361 എന്നുള്ളൊരു നല്ലൊരു സപ്പോർട്ട് ലെവലാണ്. ആ ഒരു ലെവലിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ടാറ്റ പവർ. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഫാർമ സെക്ടറിലാണ് API മാനുഫാക്ചർ ചെയ്യുന്നത്. അതായത് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിന് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്ന പരാമർശങ്ങൾ ബജറ്റിൽ വന്നതിനാൽ ഫാർമ സ്റ്റോക്കുകളും നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന മേഖലയാണ്. ഇവിടെ നാറ്റ്കോ ഫാർമ ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കായിട്ട് കാണാൻ കഴിയും. ഫിനിഷ്ഡ് ഡോസേജ് ഫോർമുലേഷൻസും അതുപോലെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസും അതുപോലെ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഒക്കെ ഉള്ള 3 തരത്തിലുള്ള ബിസിനസ് വെർട്ടിക്കൽസ് ഉള്ള ഈ ഒരു കമ്പനി ഫോക്കസ് ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് ക്യാപ്പ് 23,000 കോടിയുള്ള ഈ കമ്പനിൻ്റെ കറണ്ട് പ്രൈസ് 1323ആണ്. സ്റ്റോക്കിൻ്റെ PE 17ഉം ഇൻഡസ്ട്രി PE 38ഉമാണ്. വളരെയധികം നല്ല വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുക. ROC 30ഉം ROE 25ഉമാണ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.06ഉം പ്ലഡ്ജ് പെർസെൻറ്റേജ് 0 ആണ്. അപ്പോൾ ഒരു സീറോ ഡെറ്റ് കമ്പനിയാണ്. സെയിൽസ് ഗ്രോത്ത് 47%, പ്രോഫിറ്റ് ഗ്രോത്ത് 98%. അതുപോലെ 3 ഇയർ CAGR ഗ്രോത്ത് 25%, 3 ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് 49%. അപ്പോൾ നല്ല തോതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയായിട്ട് നമുക്ക് നാറ്റ്കോ ഫാർമ കാണാൻ കഴിയും. ഇതിൻ്റെ ചാർട്ടിൽ ഇതിൻ്റെ ഹൈ 1340 കറണ്ട് ലെവൽ ആണ് അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണുള്ളത്. ഇതിൻ്റെ ഒരു കറക്ഷൻ 1140 ലഭിക്കുകയാണെങ്കിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇതിൻ്റെ 52 വീക്ക് ലോ 724 ഈ വർഷം. അവിടെ നിന്നാണ് ഈ സ്റ്റോക്ക് 1340 എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ബൈങ് ലെവലിൽ വാങ്ങുന്നതായിരിക്കും ഗുണം ചെയ്യുക. കാരണം നമ്മുടെ മാർക്കറ്റ്
ഹൈലി വളറ്റൈലും അൺസ്റ്റേബിളുമായിട്ട് നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നല്ല ബൈങ് ലെവലിൽ ലഭിക്കുന്ന സ്റ്റോക്കുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.